അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് നിരന്തരം സ്തുതികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ദുഷ്ടർ എനിക്കെതിരായി നിൽക്കുന്നതിനാൽ എൻ്റെ അധരം തിന്മയിൽ നിന്ന് ഞാൻ സൂക്ഷിക്കും. ഞാൻ മൂകനും മ്ലാനവദനും നന്മയില്ലാത്തവനുമായിരുന്നു. എൻ്റെ സങ്കടം വർദ്ധിച്ചു. എൻ്റെ ഹൃദയം തപിച്ചു. ശരീരത്തിൽ അഗ്നി കത്തിപ്പടർന്നു. അപ്പോൾ ഞാൻ വാചാലനായി. ആയുസ്സിൻ്റെ ദൈർഘ്യമെന്തെന്നും ജീവിതം എന്തിനെന്നും അറിയിക്കാൻ കർത്താവ് എൻ്റെ ജീവിതാന്തം എന്നെ ഗ്രഹിപ്പിച്ചു. അളന്നാണല്ലോ അങ്ങ് എനിക്ക് ദിനങ്ങൾ തന്നത്. എൻ്റെ ആയുഷ്കാലം അങ്ങയുടെ മുമ്പാകെ ഒന്നുമല്ലല്ലോ. തിരുസവിധത്തിൽ എല്ലാ മനുഷ്യരും പുക പോലെയാകുന്നു. അവർ നിഴലിൽ വ്യാപരിച്ച് മാഞ്ഞു പോകുന്നു. മനുഷ്യൻ സമ്പത്ത് വാരിക്കൂട്ടുന്നു. അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, അങ്ങല്ലാതെ ആരെനിക്കായം. സകല അകൃത്യങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്നെ ദുഷ്ടരുടെ നിന്ദാപാത്രമാക്കരുതേ. ഞാൻ മൂകനായിരിക്കുന്നു. എൻ്റെ വാ തുറന്നില്ല. എല്ലാം അങ്ങയുടെ പ്രവൃത്തികളാണല്ലോ. അങ്ങയുടെ മർദ്ദനവും കരങ്ങളുടെ പ്രഹരവും എന്നിൽ നിന്ന് മാറ്റിക്കളയണമേ. എൻ്റെ പാപങ്ങളുടെ പേരിലുള്ള കുറ്റപ്പെടുത്തലാൽ ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. അങ്ങ് മനുഷ്യനെ ശാസിക്കുന്നു. അവൻ്റെ ദുരാശകളെ വൈക്കോൽ പോലെ ചാമ്പലാക്കുന്നു. മർത്യരെല്ലാം പുക പോലെയാകുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥനയും യാചനയും ശ്രവിക്കണമേ. എൻ്റെ കണ്ണുനീർ കാണണമേ. അങ്ങ് മൗനമായിരിക്കരുതേ. ഞാൻ അങ്ങയോടൊത്ത് വസിക്കുന്നവനും എൻ്റെ പിതാക്കന്മാരെ പോലെ പരദേശിയുമാകുന്നു. അങ്ങ് എന്നെ രക്ഷിക്കണമേ. ഞാൻ ഇവിടം വെടിഞ്ഞ് ഒന്നുമല്ലാതാകും മുമ്പ് എന്നെ സമാശ്വസിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ.
എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. പാപം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. സൃഷ്ടാവേകിയ പാവനമാം ആദിമരൂപം പങ്കിലമായി പാശചാതുരിയുള്ളവരാം മാനവസുതരുടെ പാപത്താൽ നിങ്ങളുടെ പാപങ്ങൾ കമ്പിളി പോലെ വെളുക്കും. സർവം നൂതനമാക്കിയിടും ദൈവപിതാവിൻ തിരുവചനം മർത്യരിൽ നിന്നും പാപത്തിൻ മലിനത നീക്കാൻ തിരുമനസ്സായി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശ്വാസികളെ കനിവോടെ മാമോദീസ ജലമാകും മൂശയിലിട്ടിരുവാക്കിയിടും ത്രിത്വത്തിൻ സ്തുതി പാടിയിടാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിൻ്റെ സമാധാനം ലോകം മുഴുവനിലും നിവസിപ്പിക്കാൻ ഇടയാക്കണമേ. വിശ്വസ്ലീവായാൽ നിൻ്റെ സഭയുടെ മഹിമ വളർത്തണമേ. അവളുടെ സന്താനങ്ങളെ നിൻ്റെ കൃപയാൽ സംരക്ഷിക്കണമേ. അവർ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ, അങ്ങയുടെ ദാസനോട് അരുൾ ചെയ്ത വചനം ഓർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ദാസനോട് അരുൾ ചെയ്ത വചനം ഓർക്കണമേ. അങ്ങയുടെ വചനം എനിക്ക് ജീവൻ നൽകിയതിനാൽ എൻ്റെ താഴ്മയിൽ ഞാൻ സമാശ്വസിക്കുന്നു. അക്രമികൾ എന്നെ ഞെരുക്കിയെങ്കിലും അങ്ങയുടെ നിയമങ്ങളിൽ നിന്ന് ഞാൻ അകന്നില്ല. ആദ്യം മുതലേയുള്ള അങ്ങയുടെ വിധികൾ കർത്താവെ ഞാൻ അനുസ്മരിക്കുന്നു. അവയിൽ ഞാൻ സമാശ്വസിക്കുന്നു. അവ എനിക്ക് ശിക്ഷണം നൽകുന്നു. പാപികൾ നിയമം പരിത്യജിച്ചിരിക്കുന്നു. അത് എന്നെ ദുഃഖിതനാക്കുന്നു. പ്രവാസഗേഹത്തിലെ എൻ്റെ മധുരഗീതം അങ്ങയുടെ പ്രമാണങ്ങളാണ്. കർത്താവെ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു. അങ്ങയുടെ കൽപ്പന ഞാൻ പാലിക്കുന്നു. പ്രമാണങ്ങളെല്ലാം ഞാൻ കാത്തതിനാൽ അങ്ങ് എന്നെ ആശ്വസിപ്പിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ കൃപയുടെ വാതിൽക്ക് മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കർത്താവെ, പ്രശാന്തമായ സായങ്കാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാ നിർബലമായ പ്രഭാതവും സൽപ്രവൃത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ ദൈവമേ, നിൻ്റെ അനുഗ്രഹാശിസ്സുകൾ നിൻ്റെ ജനത്തിന്മേലുണ്ടായിരിക്കട്ടെ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ നിൻ്റെ കരുണ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞ അഭയവുമായ സ്ഥലത്തിൻ്റെ നാഥ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായം ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യാമരത്തിൻ്റെ അപേക്ഷയും മാറിയ യൂസേപ്പിൻ്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് സ്ലീഹായുടെയും മാർ അപ്രൈമിൻ്റെയും വിശുദ്ധ രക്തസാക്ഷിയായ മാർ ഗീവർഗീസിൻ്റെയും മറ്റ് രക്തസാക്ഷികളുടെയും അൽപ്പാന്മാരുടെയും ഞങ്ങളുടെ ഇടവികളുടെയും ഭവനത്തിൻ്റെയും മധ്യസ്ഥരുടെയും മറ്റ് സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും
ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവൻ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സമയവും കാലവും ക്രമീകരിക്കുന്നവനും സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമായ ദൈവത്തിൻ്റെ നാമം എല്ലായിടത്തും എല്ലാ സമയത്തും വാഴ്ത്തപ്പെട്ടതാകട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ സകലരെയും നിത്യസൗഭാഗ്യത്തിന് അവിടുന്ന് അർഹരാക്കട്ടെ. വിശുദ്ധ സഭയെയും പാപികളും ബലഹീനരുമായ നമ്മയെയും അവിടുത്തെ കാരുണ്യം കാത്തിരിക്കുന്ന ലോകം മുഴുവനെയും തൻ്റെ പരിപാലനത്തിൻ്റെ വലത്തുകരം നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.